ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓൺലൈനായി വാങ്ങിയ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിൽ എത്ര യൂണിറ്റ് കറണ്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ 25.6 വോൾട്ട് നോമിനൽ വോൾട്ടേജും 120 ആംപിയർ അവർ ചാർജ് കപ്പാസിറ്റിയാണ്. ഇത് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് 60 ആംപിയർ 24 വോൾട്ടിൻ്റെ ഒരു MPPT ചാർജ് കൺട്രോളറാണ്. ഈ ഡിക്സിൻ്റെ ആണ് ഈ ചാർജ് കൺട്രോളർ. ഈ ചാർജ് കൺട്രോളറിലേക്ക് സോളാറിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ വയർ വഴിയാണ്. 1900 വാട്ട്സിൻ്റെ സോളാർ പാനൽസാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. 550 വാട്ട്സിൻ്റെ 2 വാരി പാനലും 400 വാട്ട്സിൻ്റെ 2 കിർലോസ്കർ പാനലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നേരെ വന്നിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തേക്കുകയാണ്. നെഗറ്റീവ് ടെർമിനൽ എടുത്തിട്ട് അത് ഒരു റെസിസ്റ്ററിൽ കൂടെ കയറി പോവുകയാണ്. ആ റെസിസ്റ്ററിൻ്റെ മറ്റേ എൻഡ് നേരെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തേക്കുക. റെസിസ്റ്റർ വളരെ ചെറിയ റെസിസ്റ്ററാണ്, അതുകൊണ്ട് ഒത്തിരി കറണ്ട് ഡ്രോപ്പൊന്നും ഉണ്ടാവില്ല. കുറച്ച് ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പേ ഉണ്ടാവുള്ളൂ. ആ വോൾട്ടേജ് ഡ്രോപ്പ് സെൻസ് ചെയ്തിട്ടാണ് ഒരു എനർജി മീറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ എനർജി മീറ്റർ ഇപ്പോൾ കാണിക്കാം. ഈ എനർജി മീറ്ററിനകത്ത് നമുക്ക് സെല്ലിൻ്റെ വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ പറ്റും. ഇതാണ് കണക്ഷൻ ഡയഗ്രാം. ഇതിനകത്ത് തന്നെ കണക്ഷൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ പറ്റും, ബാറ്ററിയിലേക്ക് പോകുന്ന കറണ്ട് അറിയാൻ പറ്റും, പിന്നെ പവർ എന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെ കറണ്ടാണ്, പവർ അറിയാൻ പറ്റും, പിന്നെ എത്ര എനർജി നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. ഇതിനകത്ത് ഒരു സ്വിച്ചാണ് ഉള്ളത്. ആ സ്വിച്ച് കൊണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഈ എനർജി 0 സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെറ്റ് വന്നു, ഇനി അടുത്ത് ക്ലിയർ വരും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി 0 ആയി. ഇപ്പോൾ 26.8 വോൾട്ട് ഉണ്ട് ബാറ്ററിക്ക്. 13 ആംപിയർ ആണ് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. 26 × 12 345 വാട്ട്സിൻ്റെ പാനലിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ ബാറ്ററിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇൻവെർട്ടറിലേക്ക് പോകുന്ന കണക്ഷൻ ആണ് ഈ രണ്ട് കാണുന്നത് റൈറ്റ് സൈഡിൽ. ഈ ഒരു സെറ്റപ്പ് നമ്മൾ അതൊന്ന് നേരെ വയ്ക്കാം. വീഡിയോയിൽ എല്ലാ ഡിസ്പ്ലേയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വയ്ക്കുന്നത്. ഇപ്പോൾ ചാർജ് കൺട്രോളറിൽ എത്ര കറണ്ടും വോൾട്ടേജും സെൻസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ അറിയാൻ പറ്റും. പിന്നെ ബാറ്ററിയിലൊരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്, അതിനകത്ത് വോൾട്ടേജ് മാത്രമേ കാണിക്കുകയുള്ളൂ. അതും സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡിലേക്ക് അത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഇൻവെർട്ടറിൽ വോൾട്ടേജും ഇൻവെർട്ടറിൻ്റെ ലോഡും എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഇൻവെർട്ടർ ഇപ്പോൾ ആവശ്യമില്ല, കാര്യം നമ്മൾ ചാർജിങ് കറണ്ടാണ് കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഒത്തിരി ലെങ്തി വീഡിയോ ആയതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഇപ്പോൾ ഈ സെറ്റിംഗ് എല്ലാം കാണിക്കാം, എന്നിട്ട് അടുത്ത പാർട്ടിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജിങ്ങിലേക്ക് പോവാം. ഈ DC എനർജി മീറ്ററിൻ്റെ ഡിസ്പ്ലേ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഈ വീഡിയോയിൽ കാണത്തക്ക രീതിയിൽ. എന്നിട്ട് ബാക്കി ഇതിൻ്റെ കണക്റ്റേഴ്സൊക്കെ ഒരുപാട് ഷോർട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്താക്കി വയ്ക്കാം. എന്നിട്ട് വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കി ഇടുകയാണ്. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണെന്ന് കാണാം. എന്നിട്ടൊന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചാർജിങ്ങിലേക്ക് പോവാം. ഇതിപ്പോൾ നമുക്ക് കാണാം 27 വോൾട്ടാണ് കാണിക്കുന്നത്. 27.46 വോൾട്ടാണ് കാണിക്കുന്നത്. 38 ആംപിയറിലാണ് ഈ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1033, അതായത് 1 കിലോ വാട്ട് അടുപ്പിച്ച് സോളാർ എനർജി ഇതിലേക്ക് വരുന്നുണ്ട്. വലതുവശത്ത് കാണിക്കുന്നത് എനർജിയാണ്, വാട്ട് അവറിലാണ് അത് വന്നിരിക്കുന്നത്. യൂണിറ്റ് 53 വാട്ട് അവറാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് 1000 വാട്ട് അവർ ആകുമ്പോൾ 1 കിലോ വാട്ട് അവർ ആവും, അതായത് 1 യൂണിറ്റ്. ഇത് 1000 ആവുമ്പോൾ 1 യൂണിറ്റ് കറണ്ട് നമ്മുടെ ബാറ്ററിക്കകത്തേക്ക് ചാർജ് ചെയ്തു എന്നറിയാൻ പറ്റും. അങ്ങനെ എത്ര യൂണിറ്റ് കറണ്ട് വരെ ഇത് ചാർജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 27.36 വോൾട്ട് അല്ലെങ്കിൽ 27.25 വോൾട്ടാണ് ഇപ്പോൾ ബാറ്ററി കാണുന്നത്.
ഇതിനെ എന്തായാലും നമുക്ക് മിനിമം ഈ ബാറ്ററിയുടെ ലോവസ്റ്റ് വോൾട്ടേജിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണം. അതിന് എന്തെങ്കിലും ലോഡ് വെച്ച് ഞാൻ ഡിസ്ചാർജ് ചെയ്യാം. ഒരു ഇൻഡക്ഷൻ കുക്കർ തന്നെ എടുക്കാം. ഒരു ഇൻഡക്ഷൻ കുക്കർ എടുത്ത് ഇതിന് 27 വോൾട്ടിനെ മാക്സിമം അങ്ങ് ഡിസ്ചാർജ് ചെയ്ത് മിനിമം വോൾട്ടേജ് ആക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇപ്പോൾ എത്രത്തോളം ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ചാർജിങ് വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എല്ലാം ആയിട്ടുണ്ട്.